നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നടൻ വിജയ് മുഖ്യമന്ത്രിയായതിനു പിന്നാലെ ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി നടൻ രജനീകാന്ത്. ഈ വിജയമുണ്ടായ ദിവസം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഇതാ വിശദമായ ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള വിമർശനം രജനീകാന്തിനെതിരെ ഉയർന്നു. എന്തുകൊണ്ടാണ് വിജയത്തിൽ പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. അസൂയയുണ്ടോ എന്ന ഒരു ലോക്കൽ ചോദ്യമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ തനിക്ക് അസൂയയില്ല എന്ന മറുപടിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. തനിക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾ എണ്ണി അക്കമിട്ട് നിരത്തിയാണ് താരത്തിന്റെ മറുപടി. കൊളത്തൂരിലെ പരാജയത്തിൽ വിഷമം തോന്നിയത് കൊണ്ടാണ് സുഹൃത്തെന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാൻ പോയതെന്ന് രജനീകാന്ത് പറഞ്ഞു. വിജയ് മുഖ്യമന്ത്രിയായതിൽ തനിക്ക് അസൂയുണ്ടെന്ന പ്രചാരണം തെറ്റാണ്. അത്രയും തരം താണ വ്യക്തിയല്ല താൻ. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ താൻ സ്റ്റാലിൻ സാറിനെ കണ്ടത് ചില വിമർശനങ്ങൾ ഉണ്ടാക്കി. സ്റ്റാലിൻ 40 വർഷത്തോളമായി തന്റെ സുഹൃത്താണ്. തന്റെ സൗഹൃദങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണ്. ജനാധിപത്യത്തിൽ ജയപരാജയങ്ങൾ സാധാരണമാണ്. എന്നാൽ സ്റ്റാലിൻ കൊളത്തൂരിൽ തോറ്റതിൽ വിഷമമുണ്ടായി. അതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാൻ പോയി. വിജയ് മുഖ്യമന്ത്രിയാകരുതെന്നും അത് തടയാനാണ് ഞാൻ പോയതെന്നും 2 വലിയ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയർന്നുവെന്നും രജനീകാന്ത് വ്യക്തമാക്കി. വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ തന്നെ അഭിനന്ദനം പറഞ്ഞിരുന്ന വിമർശനം തെറ്റാണ്. അദ്ദേഹം ജയിച്ച ഉടൻ X പ്ലാറ്റ്ഫോമിൽ അഭിനന്ദനങ്ങൾ പോസ്റ്റ് ചെയ്തുവെന്നും രജനീകാന്ത് വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ വെച്ച് ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി നൽകാതെ പോയെന്ന പ്രചാരണം തെറ്റിദ്ധാരണ മൂലമാണെന്നും രജനീകാന്ത് വ്യക്തമാക്കുകയുണ്ടായി. വിജയോട് തനിക്ക് അസൂയയുണ്ടെന്ന വിമർശനം അത് ഞാൻ രാഷ്ട്രീയത്തിലില്ലാത്ത തനിക്ക് എന്തിനാണ് വിജയോട് അസൂയ എന്നാണ് രജനീകാന്ത് ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കമൽഹാസൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ തനിക്ക് അസൂയ തോന്നിയേനെന്ന് രജനീകാന്ത് തമാശ രൂപേണ മറുപടി നൽകുകയും ചെയ്തു. തനിക്ക് വിജയ്ക്കുമിടയിൽ ഏകദേശം 25 വർഷത്തെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ചെറുപ്പം മുതൽ അയാളെ കാണുന്നുണ്ട്. അയാൾ മുഖ്യമന്ത്രിയായതിൽ തനിക്ക് എന്തിനാണ് അസൂയ? MGR, NTR എന്നിവരുടേനേക്കാൾ വലുതാണ് 52-ാം വയസ്സിൽ വിജയുടെ നേട്ടം. കേന്ദ്രം ഭരിക്കുന്ന BJPയെയും ഇവിടുത്തെ 2 വലിയ പാർട്ടികളെയും എതിർത്ത് ഒറ്റയ്ക്ക് വിജയിച്ചിരിക്കുന്നു. അത് നമ്മുടെ സിനിമാ ലോകത്ത് നിന്ന്. തനിക്കതിൽ അസൂയയില്ല, അത്ഭുതവും സന്തോഷവും നിറഞ്ഞ വികാരമാണ് തോന്നുന്നതെന്നും രജനീകാന്ത്. ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ട്. തീർച്ചയായും അദ്ദേഹം അത് നിറവേറ്റുമെന്ന വിശ്വാസമുണ്ട്. എന്നാൽ കുറഞ്ഞത് 2 വർഷം ക്ഷമയോടെ കാത്തിരിക്കണം. അദ്ദേഹത്തിന് അനുയായികളും ആരാധകരും ശ്രദ്ധിച്ചു പെരുമാറണം. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് വിജയ്ക്ക് ദോഷം ചെയ്യുമെന്ന് അവർ ഓർക്കണമെന്നും രജനീകാന്ത് പറഞ്ഞു. വിജയുടെ TVK തമിഴ്നാട്ടിൽ വൻ വിജയം കൊയ്തതിനു പിന്നാലെ DMK AIDMK സഖ്യത്തിനായി രജനീകാന്ത് ഇടനില നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാപക പ്രചാരണങ്ങളാണ് ശക്തമായത്. സ്റ്റാലിനെ രജനീകാന്ത് കാണാൻ പോയത് അത്തരത്തിലുള്ള ലക്ഷ്യത്തോടെയാണെന്ന വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കി രജനീകാന്ത് രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം MK സ്റ്റാലിൻ രജനീകാന്ത് വസതിയിലെത്തി സന്ദർശിച്ചതാണ് വിമർശനങ്ങൾക്ക് ഒരു കാരണമായി മാറിയത്. ഇത് സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കാണാൻ പോയത് എന്നാണ് താരം ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും ഇരുവരും 42 വർഷത്തോളമായി സുഹൃത്തുക്കളാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. രജനി കണ്ടത് BJP ദൂതുമായി എന്ന റിപ്പോർട്ടുകളായിരുന്നു പ്രതികരണം. മാധ്യമങ്ങൾ അനാവശ്യ പ്രചാരണം നടത്തരുതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. DMK മുൻ മന്ത്രി EV വേലുവും രജനിയെ കണ്ടിരുന്നു. വിജയ് മുഖ്യമന്ത്രിയാകുന്നത് ഒഴിവാക്കാൻ DMK AIDMK സഖ്യത്തിന്റെ രജനിയുടെ മുൻകൈയിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമായിരുന്നു ആ സമയത്ത് ശക്തമായത്. അതിനുള്ള കൃത്യമായ മറുപടിയുമായി രജനീകാന്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയൊരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയോട് തനിക്ക് എന്ത് അസൂയ തോന്നാനാണ് എന്നാണ് രജനീകാന്ത് ചോദിക്കുന്നത്. അതേസമയം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം വിജയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയ ആ വിഷയത്തിൽ നിർണായകമായ ചില കാഴ്ചപ്പാടുകൾ മലയാളി വാർത്തയോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. കാപ്പട്ട ജ്യോതിഷം കൂടി ചിലർ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ജ്യോതിഷം പറയുന്ന ആളായിരിക്കാം, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ കപട്ട ശാസ്ത്രമായിട്ട് കള്ളത്തരങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത് ദോഷമകറ്റാൻ ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇവരിൽ വസൂലാക്കുന്ന കള്ള ജ്യോത്സ്യന്മാരുണ്ട്. കപട്ട വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭക്തി വ്യവസായം പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇതൊരു കപട്ട വ്യവസായം, ജ്യോത്സ്യ വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ജ്യോതിഷത്തിലും ജ്യോത്സ്യനെയും കണ്ട് ഒരു കാര്യത്തിനും വേണ്ടി പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ദൂർത്തുണ്ടായിട്ട് പണം അനാവശ്യമായിട്ട് ദൂർത്തടിക്കേണ്ടി വന്നിട്ടില്ല. കപട്ട ശാസ്ത്രങ്ങളാണെന്ന് ഇതൊക്കെ. ഈ കപട്ട ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം വ്യാപിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ആലോചിക്കണമായിരുന്നു, ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. ഗവൺമെൻറ്റിന് ഒരു ശാസ്ത്രീയ ഉപദേഷ്ടാവിനെ പോലും വെക്കാതെയാണ് ജ്യോത്സ്യത്തിൻ്റെ ആളിനെ കൊണ്ടുവച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. അതിക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്നേ. എന്താണെന്നറിയാം, കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ കൊട്ടാരൻ ജ്യോത്സ്യൻ. ഇനിയിപ്പോൾ ഏത് കാര്യത്തിനും വിജയ് അയാളോട് ചോദിക്കും, ഞാൻ അതിന് പോകണോ ഇതിന് പോകണോ.
ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗധേയങ്ങൾ മാറ്റിമറിക്കുകയാണ് ജ്യോത്സ്യൻ അവിടെ ഇരുന്നത്. പണ്ടത്തെ കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. CPM അതിനെ എതിർക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ദുർബലമായിട്ടുള്ള എതിർപ്പാണ്. കാരണം എന്താ, അവർക്ക് 1-2 MLA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സനാതനധർമ്മത്തെ എതിർക്കുന്ന ഉദയനിധി സ്റ്റാലിനേക്കാളും അപകടകാരിയാണ് ഈ ജോസഫ് വിജയ് എന്ന ആളാണ്. നമ്മളൊരു ശാസ്ത്രീയ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ്, ആ വാക്ക് കോയിൻ ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടെമ്പറമെൻറ്റിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇതെന്ത് ശാസ്ത്രമാണ്? ചന്ദ്രനിൽ പോയി വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നക്ഷത്രങ്ങളെ ഉണ്ണൻ വെച്ച ഹബിൾ ടെലിസ്കോപ്പ് കാണുന്നവരുണ്ടല്ലോ, ഇവർക്ക് ആരെക്കെങ്കിലും പറയാൻ കഴിയും ഓരോ മനുഷ്യൻ്റെയും ശാസ്ത്രം ഈ ഉപഗ്രഹങ്ങൾക്ക് ജനിച്ച സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന്? ഇല്ല. നമുക്കെല്ലാം മേൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നക്ഷത്രങ്ങളുടെ, ഗ്രഹങ്ങളുടെ, കാലാവസ്ഥയുടെ എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ഭവിക്കുന്ന കാര്യം. അല്ലാതെ ജനിച്ച ദിവസം വെച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജനിച്ച സമയമെന്ന് പറയുന്നതും നമ്മുടെ ഒരു 1000 ആണ്ടും ഒന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക്. കാരണം കാലാതീതമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണവയെല്ലാം, അല്ലേ? അവർക്ക് ഇവിടെ ഒരു മനുഷ്യൻ ജയിക്കുന്നത് നോക്കിക്കൊണ്ട് അവൻ്റെ ഭാവി നിശ്ചയിക്കാനുള്ള എന്ത് കാര്യം, എന്ത് ശാസ്ത്രദൃഷ്ടിയാണ് നോക്കിക്കഴിഞ്ഞാൽ നാണക്കേടുള്ളൊരു സംഭവമല്ലേ. ഇവിടെ ഈ ജോത്സ്യൻ 2024 പ്രവചിച്ചത് സുനാമി പോലെ ഒരു വിജയം വിജയിക്കുണ്ടാകുമെന്ന്. അതുണ്ടായില്ലല്ലോ. സുനാമി ഇപ്പോൾ വന്നിരിക്കുന്ന ഇയാളുടെ നിയമനം കൊണ്ടാണ് വന്നിരിക്കുന്നത് രാജ്യത്തിന്. 140 അല്ലേ അയാൾ പ്രവചിച്ചത്, 102 കിട്ടിയുള്ളൂ ഇദ്ദേഹത്തിന്. ഈ 140 പ്രവചിച്ച അയാളെ സന്തോഷിപ്പിക്കാൻ ആർക്കാ? ഞാൻ വേണമെങ്കിൽ ഞാനും പറയാമായിരുന്നു, നമുക്ക് ഇത്രയും കിട്ടുമെന്ന് പ്രശംസിച്ച് പറയാൻ ആർക്കാ വയ്യാത്തത്? ഇതൊരു യാദൃച്ഛികത പോലെ പിന്നെ അങ്ങ് സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്ക് അയാളിൽ വിശ്വാസം വരിക എന്ന് പറഞ്ഞാൽ വന്നതും പോട്ടെ, അത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണതലപ്പത്തേക്ക് കൊണ്ടുവരിക ആ മനുഷ്യനെ, അതൊക്കെ എത്ര നിന്ദ്യമായിട്ടുള്ള തന്നെയല്ല. നമ്മൾ ഏതിനും ഇപ്പോൾ ഏതൊരു മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്ലിനിക്കലി പ്രോണായിരിക്കണം. മരുന്ന് അലോപ്പതി, ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ഒന്നുമില്ല, ക്ലിനിക്കലി പ്രോൺ. എത്ര ടെസ്റ്റ് ചെയ്തിട്ടാണ്? അപ്പോൾ ഇയാളിൽ 140 കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഏത് ഗ്രഹം എവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രം അങ്ങനെ നിൽക്കുന്ന മറ്റൊരാൾക്ക് ഇതുപോലുള്ള വിജയം കൊണ്ടുവരാൻ പറ്റുമോ? അത് നമ്മൾ അന്വേഷിക്കണ്ടേ? ഇത് 140 എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കൃത്യമാവാതെ പോയി? ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. ഈ അന്വേഷണത്തിനാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ 140 എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇയാളെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പണ്ടൊരു ജ്യോത്സ്യം ചെയ്ത ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഭാര്യ രാജ്ഞി ഗർഭവതിയായിരുന്നു. അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് ജ്യോത്സ്യനോട് ചോദിച്ചു. ജ്യോത്സ്യൻ എന്ത് ചെയ്തു? ആണ്. രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആണ് എഴുതി കൊടുത്തിട്ട് പോയി. തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൻ്റെ പുറത്തോട്ട് വേറൊരു ഉത്തരം കൂടെ എഴുതി വെച്ചു, പെൺ. അപ്പോൾ ജനിച്ചപ്പോൾ പെൺകുട്ടിയാണ് രാജ്ഞിക്ക്. അപ്പോൾ ജ്യോത്സ്യനെ വിളിച്ചു. താൻ എന്തുവാണ് പറഞ്ഞത്? ആണെന്നല്ലേ ഇവിടെ. അത് രാജാവിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഞാൻ ശരിക്കുള്ള ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരത്തിൻ്റെ പുറത്തൊന്ന് പേപ്പർ എടുത്ത് കാണിച്ചു. ഇതാ പെണ്ണ്, കണ്ട. ഈ കപടശാസ്ത്രം ഇങ്ങനെയാണ്, കാപട്യമാണിത്. ഇനിയിപ്പോൾ എന്താണാവോ തുടക്കത്തിൽ ഇങ്ങനെ, ഇനി എന്താണാവോ? ഇതൊക്കെയാണോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ? ജ്യോത്സ്യമാണോ? തമിഴ്നാട്ടിലെ പാവപ്പെട്ട മക്കൾ ഇവിടെ ഭിക്ഷാടനത്തിന് വരുന്ന ആൾക്കാർ ആസാദ് കടയുടെ മുമ്പിൽ പോയി നോക്കിക്കോണം. വല്ലതും തരണേന്നും പറഞ്ഞ് ഇരിക്കുന്ന തമിഴർ, അങ്ങനെയുള്ള ആൾക്കാർ, പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ഇവിടെ ആക്രി കച്ചവടം ചെയ്യുന്നത് ഗതികെട്ട് ഇവിടെ വന്നിട്ട് അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, കാരണം ബിസിനസ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ചെയ്യുന്ന തമിഴന്മാർ ജീവിക്കുന്ന കൂരകൾ, അടച്ചുറപ്പില്ലാത്ത വീടുകൾ, അങ്ങനെ എത്ര ദാരിദ്ര്യത്തിൻ്റെ, ഇത്രയും വ്യവസായങ്ങളുള്ളപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ ക്രൂരമായ മുഖങ്ങൾ. അവിടുത്തെ പിന്നാക്ക ജാതിക്കാർ ക്ഷേത്ര പ്രവേശനത്തിന് സ്വാതന്ത്ര്യമില്ലാതെ, പിന്നെ ഉയർന്ന ജാതിക്കാരോടൊപ്പം വെള്ളം കുടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന ആൾക്കാർ ഇപ്പോഴും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ തൊട്ടുകൂടായ്മയും തീണ്ടലും ഇപ്പോൾ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാണ്. ദ്രാവിഡ ഭരണം ഇത്രയും കാലം നടത്തിയിട്ടും ഇവർക്കത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അണ്ണാദുരൈയുടെ നാട്ടിൽ CN അണ്ണാദുരൈയുടെ നാട്ടിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദ്രാവിഡ നേതാക്കന്മാരുടെ ആ തട്ടകത്തിൽ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അതല്ലേ പരിഹരിക്കേണ്ടത്? അല്ല ജ്യോത്സ്യന്മാർക്ക് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് കൊടുത്ത് അന്ധവിശ്വാസത്തിന് അടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ മദ്യശാലകൾ പൂട്ടുന്ന തീരുമാനം വിജയ് എടുത്തിരുന്നു. നല്ല തീരുമാനം, വളരെ നല്ല തീരുമാനം. അത് മാത്രമല്ല, ഇതിപ്പോൾ പള്ളിക്കൂടത്തിനും പള്ളിക്കും അടുത്തുള്ളത് മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. സകലമാന
സകലമാന മദ്യഷോപ്പുകളോട് അടിക്കണം. ഞാൻ കണ്ടതാണ് മദ്രാസ് ചെന്നൈ നഗരത്തിൽ റോഡിലിരുന്ന് മദ്യപിക്കുന്നു. രാത്രി 8 മണി പോലും ആയിക്കഴിഞ്ഞിട്ടില്ല. അത് വൃത്തികേടല്ലേ അത്? അശ്ലീലമല്ലേ ഇത്? ആ പരിപാടി നിർത്തലാക്കുകയാണ്. അവിടെ മദ്യവർജനം ഏർപ്പെടുത്തണം, കംപ്ലീറ്റ് മദ്യവർജനം ഏർപ്പെടുത്തണം. വഴിയിലിരുന്ന് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആർക്കാണ് കൊടുത്തത്? അവർക്ക് ആരാ കൊടുത്തത്? അത് ഐ ടി കേന്ദ്രത്തിന് സമീപം, ഒരു IT ഹബിന് സമീപം ആണ് ഈ പരിപാടി കണ്ടത്. സുരക്ഷിതരായിട്ട് സ്ത്രീകൾക്ക് പോകാൻ പറ്റും അതുവഴി. അപ്പോൾ അതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീ ബീസ് കൊടുത്ത ആളുകളെ സൂചിപ്പിക്കുന്നതിലാണ് ഇദ്ദേഹം കണ്ടത്. അതല്ല വേണ്ടത്. ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ ലിംഗപരമായിട്ടുള്ള ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെയാണ് അവിടെ വേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചില പാളിച്ചകൾ ഉണ്ട്, പക്ഷേ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു തുലാസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിലെ ഭരണം. ഇതിപ്പോൾ എല്ലാം പുള്ളി ജോർജിനോട് ചോദിക്കും, ഞാൻ എടുക്കുന്ന എല്ലാം ശരിയാണോ എന്ന് പറയുകയും ചെയ്യും. ഇപ്പം ജനങ്ങളുടെ അഭിപ്രായം അത് പിന്നെ അപ്രസക്തമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി, അങ്ങയുടെ കാഴ്ചപ്പാടുകൾ ഞങ്ങളോട് പങ്കുവച്ചു. തീർച്ചയായിട്ടും.